ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു അടിപൊളി വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഗ്രീൻ പീസും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരൈറ്റാണ്. അതും അപ്പത്തിനും പൊറോട്ടയ്ക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് ഈ കളറാണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഗ്രീൻ പീസ് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി 1 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, പിന്നെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ സവാള. 1 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സ്ക്വയർ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്ത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും. ഇഞ്ചി വളരെ നൈസായിട്ട് നീളത്തിനാണ് അരിഞ്ഞെടുത്തത്. അതാകുമ്പോൾ വലിയ പീസസ് ആയിട്ട് കറിയിൽ കിടക്കുകയില്ല. ഇത് കഴിക്കുമ്പോൾ ആ ഇഞ്ചി കടിക്കുന്നത് അറിയേയില്ല. അതുകൊണ്ടാണ് ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. കുക്കറിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഇട്ടല്ലോ, അപ്പോൾ ഒരുപാട് സമയവും എടുക്കില്ല. കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ കടുകൊന്നും പൊട്ടിക്കുന്നില്ല, ഫസ്റ്റ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ഇഞ്ചി പച്ച മണമൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ബാക്കി വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ആദ്യം ചേർക്കരുത്. ക്യാരറ്റും സവാളയും ഉരുളക്കിഴങ്ങും ആദ്യം ചേർക്കാം. ഈ ഒരു കുറുമ തന്നെ വേറൊരു രീതിയിൽ വെക്കുന്ന വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ അതും കൂടി എടുത്തൊന്ന് കാണണേ. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരിട്ട് വഴറ്റിയൊന്നും വേണ്ട. 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് അത്രയും മതിയാവും. ബാക്കി ഈ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്, കൂടുതൽ നേരം ഇതിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ ഒരു എണ്ണയും എല്ലാം നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അടുത്തതായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് ഞാൻ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ആ കുരുമുളക് പൊടി സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം. അതനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത മസാലകളിലെ അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നാൽ ഇനി നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ആ മസാലകളും എല്ലാം ചേർത്തതിന് ശേഷമാണ് ഞാൻ ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി എല്ലാം കൂടി മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും. മറ്റേ പച്ച ഗ്രീൻ പീസിനേക്കാളും പെട്ടെന്ന് ഈ ഒരു ഗ്രീൻ പീസ് വെന്ത് കിട്ടും. അപ്പോൾ അനുഭവമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വെള്ള ഗ്രീൻ പീസ് ഉപയോഗിച്ചിട്ടുള്ളവർ അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് കമൻറ്റിലൂടെ പറയണേ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് വേവിക്കാം. എനിക്കൊരു 3 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ പറഞ്ഞില്ലേ അത്രയും പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് കൂടുതൽ നേരമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ എനിക്ക് ഈ കുക്കറിൽ ഒരു 5 വിസിലാണ് വെന്ത് കിട്ടുന്നത്. അതേസമയം വെള്ള ഗ്രീൻ പീസ് ഒരു 3 വിസിലിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ സമയം വെജിറ്റബിൾസും വെന്ത് കിട്ടും. അപ്പോൾ
ദേ കണ്ടില്ലേ, എല്ലാം നന്നായിട്ടൊരു 3 വിസിലിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേ കുക്കറിൽ തന്നെ ചെയ്തെടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഒന്ന് സൗകര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് അത് നേരെ അടുപ്പത്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ബാക്കി പണികളൊക്കെ ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് ആ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ ഉടച്ചിടുമ്പോൾ ആ ഒരു ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് കിട്ടിക്കോളും. നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണം അതനുസരിച്ച് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉടച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഉടച്ചിടുന്നുണ്ട്, ഒരുപാട് തിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി തിക്കാവണ്ട, ഞാൻ ചപ്പാത്തിയുടെ കൂടെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രമേ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കവർ പാലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ്. തേങ്ങാപ്പാലായാലും കവർ പാലായാലും രണ്ടും കറക്റ്റ് ഒരേ ടേസ്റ്റിൽ തന്നെ കിട്ടും. ചിലർക്ക് സംശയം ഉണ്ടാവും, കവർ പാൽ എങ്ങനെ ശരിയാവും, തേങ്ങാപ്പാലല്ലേ കറിയിൽ ചേർക്കുന്നതൊക്കെ. അങ്ങനെയല്ല, കവർ പാലൊക്കെ ഒത്തിരി പേര് ചേർക്കാറുണ്ട്, അടിപൊളി ടേസ്റ്റുമാണ്. തേങ്ങാപ്പാൽ പോലെ തന്നെയാണ് ഈ ഒരു കവർ പാൽ ചേർത്തെടുക്കുമ്പോഴും ആ ഒരു കറിയുടെ ടേസ്റ്റ് മാറത്തേയില്ല, അടിപൊളി ടേസ്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ പിന്നെ ഒരുപാട് നേരം തിളപ്പിക്കാൻ പാടില്ല. നമുക്ക് കവർ പാലാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പറ്റും, പിരിഞ്ഞു പോകത്തൊന്നുമില്ല. പക്ഷേ തേങ്ങാപ്പാലാണ് ചേർക്കുന്നതെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സേഫായിട്ട് കിട്ടുന്നത് കവർ പാൽ തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഏകദേശം കറിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസും വെജിറ്റബിൾസും വെച്ചിട്ടുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തിൻ്റെ കൂടെയാണോ കഴിക്കുന്നത് അതിൻ്റെ കൂടെ നല്ല ചൂടോട് തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു കറി പൊറോട്ടയ്ക്കും അപ്പത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും ഏതിനായിക്കോട്ടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ. അയാൻസ് വേൾഡ്.